കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മയുടെ വീട്ടിൽ അവിടെ ഉത്സവാഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ശ്രുതിയും സുധിയും എല്ലാവരും ഉണ്ട്. നമ്മുടെ ചന്ദ്ര ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അച്ചമ്മയാണെങ്കിൽ ഒരു പായസമൊക്കെ ഉണ്ടാക്കി. ആ പായസമൊക്കെ ഇവരെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ ഒരു സമയം നമ്മുടെ അച്ചമ്മയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ. അച്ചമ്മ പറയുന്നുണ്ട്, ദേ മോനെ രവി, ഇതിൽ പരം ഒരു സന്തോഷം ഈ അച്ചമ്മയ്ക്ക് എനിക്ക് കിട്ടാനില്ലടാ. അമ്മ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. ദേ നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഇതുപോലെ ഒത്തുകൂടണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വലിയ സന്തോഷത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും രവിയും പറഞ്ഞു, അതെ അമ്മ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ചെറിയൊരു ഗെയിം പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള സത്യങ്ങളും അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള കള്ളവും ഒക്കെ ചോദിച്ച് ഇവരോരോരുത്തരും ഇങ്ങനെ പരസ്പരം ചോദിച്ച് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ അടുത്തും വർഷം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രുതി ഇത്രയും കാലവും ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ഒരു സത്യം മറച്ചു വെച്ചിട്ടുണ്ടോന്ന്. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും ശ്രുതി ശരിക്കും ഞെട്ടിട്ടോ. ഇനി ഇവരെന്തെങ്കിലും സത്യങ്ങൾ, അതും തൻ്റെ കല്യാണം കഴിഞ്ഞ വിവരവും തനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള സത്യവും അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചെറിയ ടെൻഷനുണ്ട് നമ്മുടെ ശ്രുതിക്ക്. അപ്പം ഇവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ, അല്ല അതിന് മോൾ എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു കളവോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചി ആണെങ്കിലോ ശ്രുതിയെ ആക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ വലിയ കള്ളത്തരമൊക്കെ ചെയ്ത് കാണും, അതായിരിക്കും ഇത്ര കണ്ടങ്ങ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇവളെ കളിയാക്കുകയാണ്. അപ്പം അവള് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഒരു മറുപടി അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴോ ആർക്കും തന്നെ ഒന്നും മനസ്സിലായതുമില്ല. അങ്ങനെ ചോദിച്ച് വന്നു. ഇനി സച്ചി ഇത്രയും കാലവും ആ ഒരു ജീവിതത്തിൽ നടന്ന എന്തേലും ഒരു സംഭവം, അതും എന്തേലും ഒരു ആഗ്രഹവും മനസ്സിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് രേവതിയോട് ചോദിക്കുകയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, എല്ലാവരും ഇതുപോലെ സന്തോഷത്തോടു കൂടി ഇരിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ ശരത്ത്, അവനൊരു ജോലി കിട്ടണം. അതുപോലെ തന്നെ എൻ്റെ ദേവുവിനൊരു ജോലിയും കിട്ടണം. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അത് മാത്രമാണ്. പിന്നെ നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം തരണം. ഇതൊക്കെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞു രേവതി അവൾക്ക് ഇതൊക്കെയാണ് ആഗ്രഹമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു വരുമ്പോഴാണെങ്കിലോ, എൻ്റെ പൊന്നു മോളെ, നിനക്കായിട്ട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ച് നമ്മുടെ രവി ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെ അടുത്ത കൂടെ നമ്മുടെ സച്ചിക്ക് വന്നു. സച്ചി ആണെങ്കിൽ പറയുന്നുണ്ട്, ഇത്രയും കാലവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു സംഭവമുണ്ട്, പറയട്ടെ എന്ന് ചോദിക്കുമ്പം എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി ഇരിക്കുക കേട്ടോ. അപ്പം എന്താ സച്ചി പറയുന്നതെന്ന് അറിയാൻ നമ്മുടെ രേവതിയും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സച്ചി പറയാണ്, ഇതുപോലെയുള്ള ഒരു ഉത്സവ ദിവസമാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, എൻ്റെ അച്ഛമ്മയുടെ അടുത്ത്. അപ്പം ഇതൊക്കെ പറയുന്ന സമയത്താണെങ്കിലോ സച്ചി ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട്. സച്ചിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ വരികയാണ്. അപ്പൊ കണ്ണ് നിറഞ്ഞ് സച്ചി ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ രേവതിക്കും സങ്കടമായി. ഞാനേ അതിനു മുന്നേ എൻ്റെ അമ്മയുടെ കൂടെ എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ടെന്ന് അറിയൂ. എൻ്റെ അമ്മയാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിരുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സച്ചി ഒരുപാട് കാര്യങ്ങൾ പറയുക. സ്കൂളിൽ വിട്ടതും അതുപോലെ സ്കൂളിൽ ഒരു കുട്ടിയുമായിട്ട് അടിയുണ്ടാക്കിയപ്പം അവിടെ വന്ന് ആ കുട്ടിയെ തല്ലിയതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ കേട്ടിരിക്കുന്ന രവിക്കാണെങ്കിലോ വലിയ സങ്കടമായിട്ടോ. തൻ്റെ മകൻ എത്രമാത്രം അച്ഛനെയും അമ്മയെയും ഒക്കെ മിസ് ചെയ്തു എന്നുള്ള കാര്യം നമ്മുടെ രവിക്ക് മനസ്സിലായി. അപ്പം രവി അതൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സച്ചി ആണെങ്കിലോ സങ്കടങ്ങൾ പറഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് സച്ചി പറഞ്ഞു, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ല. എൻ്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും എൻ്റെ അമ്മ എന്നെ മടിയിൽ കിടത്തി താരാട്ട് പാടിയത് പോലും അതുപോലും എനിക്ക് ഓർമ്മയില്ല എന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ സങ്കടപ്പെടുമ്പം രേവതി ആണെങ്കിൽ അവിടെ കണ്ണുനീരൊക്കെ
കണ്ണുനീരൊക്കെ തുടച്ചിരിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും വിഷമമായി. ആദ്യം ആലോചിച്ചു, നമ്മുടെ ചന്ദ്ര ഉൾപ്പെടെ ഞെട്ടിയിരിക്കുകയാണ്. ചന്ദ്രമതി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ശരിയാണ് ഇവൻ പറയുന്നതൊക്കെ, ഇവനെ ഞാൻ അങ്ങനെയൊന്നും സ്നേഹിച്ചിട്ടില്ല, പക്ഷെ അതിനൊക്കെ ഒരു കാരണം നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത ഒരു തെറ്റ്, ആ ഒരു തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചത് ഞാനാണ്. അവൻ ഇന്നും സത്യസന്ധനായിട്ടും മാന്യനായിട്ടും ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സുധിയെ നോക്കി സച്ചി ഇതങ്ങ് പറയാൻ തുടങ്ങി. അപ്പൊ ദാ സച്ചി പണ്ട് സച്ചി ജുവനൈൽ ഹോമിൽ പോയതുമായിട്ടുള്ള കാര്യങ്ങൾ സച്ചി ആ ഒരു സമയത്ത് തുറന്ന് പറയുമെന്ന് ഉറപ്പ് വരുമ്പം രവി ആണെങ്കിലും ഒരു ചെറിയ ഒരു ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പം രവി ഇങ്ങനെ ചുമക്കുന്ന ആ ഒരു സമയത്തും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആ ഒരു സമയത്തും നമ്മുടെ സച്ചി അങ്ങ് നോക്കുമ്പോഴത്തേക്കിനും രവി കണ്ണുകൊണ്ട് സച്ചിയോട് ആ ഒരു സത്യം പറയരുത് മോനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും സച്ചിക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സച്ചി ആണെങ്കിലോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കണ്ണുനീരും ഒക്കെ തുടച്ച് നമ്മുടെ സച്ചി അങ്ങനെ പോകുന്നത് കാണുമ്പോൾ രേവതിക്ക് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. അവളിങ്ങനെ ആലോചിക്കുക, സച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, അതിന് ഈ വീട്ടിലുള്ള ആരോ ഒരു കാരണക്കാരനുമാണ്. ഇപ്പതാ അച്ഛൻ വിലക്കിയത് കൊണ്ട് മാത്രമാണ് സച്ചി ആ ഒരു സത്യം പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയതെന്ന് ഉൾപ്പെടെ രേവതിക്ക് മനസ്സിലായി. അങ്ങനെ സച്ചി പോയ പാട് തന്നെ നമ്മുടെ അച്ഛമ്മയാണെങ്കിലോ, നിങ്ങൾക്കൊന്നും അറിയില്ല ചന്ദ്രേ, എൻ്റെ മോൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. എല്ലാവരും നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ സന്തോഷത്തോടു കൂടി നടക്കുമ്പം എൻ്റെ മോൻ ഇവിടെ കരയുമായിരുന്നു, അവൻ അത്രമാത്രം സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു നമ്മുടെ അച്ഛമ്മ സച്ചിയുടെ അന്നത്തെ മാനസികാവസ്ഥയൊക്കെ സംസാരിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിലോ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴത്തേക്കിനും ചന്ദ്രേ നിനക്ക് മനസാക്ഷി ഉണ്ടോടി എന്ന് രവി ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്രയാണെങ്കിലോ അത്യാവശ്യം നമ്മുടെ സച്ചിയോടുള്ള ആ ഒരു ദേഷ്യം, അവൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നു, അല്ലാതെ അവൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുവോ? ഹെടി, നീ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. നീ മറ്റു രണ്ടു മക്കളെ നിന്റെ ഒപ്പം ചേർത്ത് നിർത്തുന്ന സമയത്ത് ഇവനും നിന്റെ മകനാണ്, നീ തന്നെയാണ് ഇവനും ജന്മം നൽകിയത് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് രവിയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോയി. പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതി സച്ചി പോയതിന് പിന്നാലെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സച്ചിയുടെ അടുത്ത് ചെന്നതും സച്ചിയോട് ചോദിച്ചു, എന്താ ഇത്ര സങ്കടം, നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മേലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സച്ചി ആണെങ്കിലോ അതൊന്നും ഒന്നുമില്ല, പിന്നെ എന്താ നിങ്ങൾ അതൊക്കെ പറഞ്ഞ്, നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടല്ലോ എന്നും പറഞ്ഞ് അവളിങ്ങനെ വിശേഷം തിരക്കുമ്പോഴത്തേക്കിനും അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, എന്നാലും എന്നോട് പറയാൻ തോന്നുന്നില്ലേന്ന് ഇവള് ചോദിക്കുമ്പം നിനക്കിപ്പോൾ എന്താ വേണ്ടത്, നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതാ രേവതിയോട് അങ്ങനെ ചോദിച്ചതും രേവതി കരയാൻ തുടങ്ങിയപ്പോൾ സച്ചിക്ക് സങ്കടമായിട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളത് എന്നോട് തുറന്നു പറയുന്ന പറഞ്ഞ് ഇവൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം നമ്മുടെ സച്ചിയാണെങ്കിലോ, ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല രേവതി, എപ്പോഴാണ് എൻ്റെ അമ്മ അവസാനമായിട്ട് എനിക്ക് ഭക്ഷണം വാരി തന്നതെന്നും എപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പാട്ടുപാടി ഉറക്കിയതെന്നും, അതുകൊണ്ട് എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പം ഒരുപാട് സങ്കടം ഉണ്ട്. അപ്പം രേവതി തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ, കാണുമ്പോൾ ഒക്കെ അവരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മുഴുവനും നിങ്ങളുടെ അമ്മയോടുള്ള സ്നേഹമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ നമ്മുടെ സച്ചിയെ പിടിച്ച് മടിയിൽ കിടത്തി. എന്നിട്ടോ സച്ചിയുടെ തലമുടിയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ദേ നിങ്ങൾക്ക് ഞാൻ ഒരമ്മയും അതുപോലെ തന്നെ ഭാര്യയും ആയിരിക്കുമെന്നും പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ സച്ചി അവൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ സുധി മൂലം ഉണ്ടായ ഒരു നഷ്ടമുണ്ടല്ലോ, അവൻ കേസിലൊക്കെ പെട്ട് അകത്തായ ആ ഒരു സംഭവം, അത് രേവതിയോട് തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ.